നമ്മളൊരു പ്രൈവറ്റ് വെറ്ററിനറി അഡ്മിഷൻ ഒരു കോളേജ് നോക്കുമ്പം ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വിട്ടു പോകുന്നൊരു കാര്യമുണ്ട്. അവിടെ മലയാളി പോപ്പുലേഷൻ എന്തോരം ഉണ്ട്, അല്ലെങ്കിൽ എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അത് പൊതുവേ ചില നിങ്ങളിപ്പോൾ ഒരു ഏജൻസി ത്രൂ ഒക്കെ പോകുന്നെങ്കിൽ അവർക്ക് ഒരു കോളേജായിട്ട് മാത്രമേ കണക്ഷൻസ് കാണുള്ളൂ. അവർ മിക്കപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കുന്നൊരു കാര്യമാണ്. മിക്കവാറും അത് പുതിയ കോളേജും ആയിരിക്കും. അതെ. അല്ലേ? ഇപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ചില കോളേജിലേക്ക് ഈ പറഞ്ഞ എന്താണ്, ഈ അവിടുത്തെ സ്റ്റേറ്റിലെ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രഗ്ലിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളി സ്റ്റുഡൻസ് 200+ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജ് ഉണ്ട്. ഒരു മിനിമം 100 സ്റ്റുഡൻസ് എങ്കിലും ഉള്ള കോളേജ് ചൂസ് ചെയ്യുക എപ്പോഴും. അതെ. ആരും പറയുന്നതും കേൾക്കട്ടെ. നിങ്ങൾ കോളേജ് വിസിറ്റ് ചെയ്യുക. അവിടെ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന മലയാളി കുട്ടികളെ പോയി കാണുക. അവർ പറയുന്നത് കേട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുക. അല്ലെങ്കിൽ മിനിമം ഒരു 1-2 പേരെങ്കിലും സംസാരിക്കുക. അതെ. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് അവിടുത്തെ കൃത്യം ഒരു പിക്ചർ വ്യക്തമാവും. അതെ. മലയാളി സ്റ്റുഡൻസ് കൂടുതലുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഫുഡിൻ്റെ കാര്യം 1-2 കോളേജിൽ മലയാളി ഷെഫ്സ് അവൈലബിൾ ആണ്. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫെസ്റ്റിവൽസിന് മോസ്റ്റ് പ്രോബബ്ലി ഒരു ലീവ് തരാനൊരു പോസിബിലിറ്റി ഉണ്ട് റിക്വസ്റ്റ് അതെ. ചെയ്ത്. നാട്ടിൽ വരാനുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെ. പിന്നെ ഒരു കോളേജിൽ നമ്മളൊരു കുട്ടീനെ കണ്ടിരുന്നത്, തേർഡ് ഇയർ പഠിക്കുന്ന കുട്ടി. ആ കുട്ടി അങ്ങ് ഡിപ്രസ്ഡ് ആയി പോയി. കാരണം അവൻ മാത്രമാണ് മലയാളിയായിട്ട് ആ കോളേജിൽ ഉള്ളൂ. അതുമാത്രമല്ല ഒരു ക്വാളിറ്റി അറ്റ്മോസ്ഫിയർ അല്ലേ അല്ല. അവൻ ആകെ ലാഭിക്കുന്നത് 5 ലക്ഷം രൂപയാണ് മൊത്തം എൻ്റെ ഡ്യൂറിങ് ദ കോഴ്സ്. അവൻ പറയുക മാറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, കാരണം അവൻ ആ ഒരു ഡിഫറൻസ് നോക്കി മാത്രം പോയതാണ്. ഫീസിലുള്ള ചെറിയ കുറവ് നോക്കിപ്പോയത്. ആ ഒരു ടൈമിൽ ടൈം ബീങ് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയാലും അവൻ ആ ഒരു ഡിസിഷനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 5-6 കൊല്ലത്തെ ഒരു ഡ്യൂറേഷൻ ആണല്ലോ. ചെറിയ ഡ്യൂറേഷൻ അല്ലേ അല്ല. നമ്മൾ എണീക്കുമ്പോൾ രാവിലെ നമുക്ക് തരുന്ന അറ്റ്മോസ്ഫിയർ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ആ 5.5 ഇയറും വേസ്റ്റ് ആകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മലയാളി ഡിഫറൻസ് മാത്രമല്ല, ഈ പറഞ്ഞ സോ കോൾഡ് കൂടുതൽ മലയാളീസ് എടുക്കുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ക്വാളിറ്റിയുള്ള കോളേജാണ്. പ്രീമിയം കോളേജിലാണ് മലയാളികൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കോളേജ് നോക്കി ചൂസ് ചെയ്യുക. അവിടെ എങ്ങനെ ഏറ്റവും ഫീസ് കുറച്ച് പഠിക്കാനുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ നോക്കി അത് ആദ്യം തന്നെ എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. പിന്നെ പ്രീമിയം കോളേജിൻ്റെ വേറെ പ്രത്യേകത മലയാളി സ്റ്റാഫ് ഉണ്ടാവും. അപ്പം നമുക്ക് പഠിക്കാൻ എളുപ്പമാവും. മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആയിരിക്കും. അതെ. ഈ പറഞ്ഞേക്കുന്ന ഈ 200 കുട്ടികൾ മലയാളികൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അവരവിടുത്തെ മലയാളി സ്റ്റാഫിനെ കണ്ടിട്ടായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ജോയിൻ ചെയ്തേക്കുന്നത്. സോ അവർ ആ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തേക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 ഇയറും കൊണ്ട് അവർ ഈ പറഞ്ഞ ക്വാളിറ്റി മേക്കപ്പ് ചെയ്ത് ഏറ്റവും ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കോളേജ് അഡ്മിഷൻ എടുക്കാനുള്ള പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. സോ ഒരു കോളേജ് ഇപ്പം പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഒരു കോളേജിനെ മാത്രം നിങ്ങൾ റിലേ അപ്പോൺ ചെയ്യണം. ആര് പറഞ്ഞാലും നിങ്ങൾ എല്ലാത്തിനെയും കമ്പയർ ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുക. വേറെ ഏതെങ്കിലും വെറ്റിനറിയായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.